നമസ്കാരം. നമ്മൾ സർവീസ് കാര്യങ്ങൾ ധാരാളമായി ഈ ചാനലിൽ നമ്മൾ ചർച്ച ചെയ്തു. നമ്മുടെ സുഭാഷിതം ചാനലിലും ചർച്ച ചെയ്യാറുണ്ട്. രണ്ടിനും നല്ല റീച്ച് ഉള്ളതാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യത്തിൽ ശമ്പള പരിഷ്കരണ കമ്മീഷൻ എന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. എന്തായാലും കമ്മീഷനെ വെച്ചിരിക്കുന്നു. അതിന് ഗവൺമെൻറ്റിന് ഒരു നല്ല സലാം, ലാൽ സലാം, നല്ല നമസ്കാരം. പക്ഷേ അപ്പോഴും ഉയരുന്ന ചില ചോദ്യങ്ങൾ ഞങ്ങളുടെ പ്രേക്ഷകർ ഇന്നലെ ഞങ്ങളോട് ഫോണിലും വാട്സപ്പിലുമൊക്കെ ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. എങ്ങനെയായിരിക്കും സാർ ഇതിൻ്റെ ഒരു ആഭ്യന്തര അനന്തര ഫലം? ആഭ്യന്തരം എന്ന് ചോദിച്ചത് അകത്ത് CPM എങ്ങനെയാണ് ഇത് പ്ലാൻ ചെയ്തത്, എങ്ങനെയാണ് ഇതിൻ്റെ അനന്തര ഫലം എന്താണ്? 2-3 വിഷയങ്ങളുണ്ട്. ഒന്ന്, നിയമപരമായി 2021 പ്രഖ്യാപിക്കേണ്ടിയിരുന്ന ശമ്പള പരിഷ്കരണ കമ്മീഷനാണ് 26 പ്രഖ്യാപിച്ചത്. 5 വർഷം കഴിഞ്ഞു. അപ്പോൾ ഇനി ഇപ്പോൾ നടപ്പിലാക്കുന്ന ശമ്പള പരിഷ്കരണത്തിന് ബാക്ക് ഡേറ്റ് ബാധകമാക്കുമോ? 21 മുതൽ ആനുകൂല്യം കൊടുക്കുമോ? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, 3 മാസമാണ് സമയം കൊടുത്തിരിക്കുന്നത്. 3 മാസം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ 24 ആകുന്നു. ഇന്നലെയാണ് ഉത്തരവ് ഇറങ്ങിയെന്ന് പറയുന്നത്. അപ്പോൾ 23, ഫെബ്രുവരി 23, മാർച്ച് 23, ഏപ്രിൽ, മെയ് 23 3 മാസ സമയം. VP ജോയിയും അതുപോലെ തന്നെ രാജഗോപാലൻ നായർ, അഡ്വക്കേറ്റ് രാജഗോപാലൻ നായരും പിന്നെ ഒരു വനിതയെയും സമിതിയിൽ വെച്ചുകൊണ്ടുള്ള ഒരു കമ്മിറ്റി വെച്ചിട്ടുണ്ട്. പേ റിവിഷൻ റിസർച്ച് സെൻറ്റർ എന്ന് പറഞ്ഞ് ഒരു സെല്ല് എവിടെയുണ്ട്, സെക്രട്ടേറിയറ്റിനകത്തുണ്ട്. അവർ ആണ് ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായി അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. പക്ഷേ മോഹൻദാസ് കഴിഞ്ഞ പ്രാവശ്യത്തെ 11ാം ധനകാര്യ ശമ്പള പരിഷ്കരണ കമ്മീഷൻ്റെ ചെയർമാനായിട്ടുള്ള മോഹൻദാസ് IAS പറഞ്ഞത് 3 മാസം കൊണ്ടൊരു ആഫീസ് തുറക്കാനേ കഴിയുള്ളൂ, 1.5 വർഷമെങ്കിലും വേണം. എന്തായാലും ഇവർക്ക് 3 മാസ സമയമേ കൊടുത്തിട്ടുള്ളൂ. ആവട്ടെ, ആ 3 മാസത്തിനിടയ്ക്ക് ഇത് വരുമോ? ഒന്നാമത്തെ ചോദ്യം. 2, ഫിറ്റ്മെൻറ്റ് അലവൻസ് 20 മുതൽ 10% വരെ 20-ൽ തുടങ്ങി 10-ലേക്ക് കുറച്ചു കൊണ്ടുവന്നു. ഇപ്രാവശ്യത്തെ ഫിറ്റ്മെൻറ്റ് അലവൻസ് എത്രയാണ്? സർവീസ് വെയിറ്റേജ് കൊടുക്കുമോ? ഇങ്ങനെയുള്ള DA ഇപ്പോൾ പറഞ്ഞ സാഹചര്യത്തിൽ, കൊടുത്തു കഴിഞ്ഞ സാഹചര്യത്തിൽ ഇനി DA മെർജ് ചെയ്യാനില്ല. അപ്പോൾ DA കുടിശ്ശികയ്ക്ക് എന്ത് സംഭവിക്കും? ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ ശമ്പള പരിഷ്കരണത്തോടൊപ്പം വരുന്നുണ്ട്. കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിൽ 2 DRകാർക്ക്, പെൻഷൻകാർക്ക് 2 ഗഡുവാണ് അവർക്ക് DA നഷ്ടപ്പെട്ടത്. അതുപോലെ എന്താണ് ഇപ്രാവശ്യം സംഭവിക്കാൻ പോകുന്നത്? ഇനി ഇതിൻ്റെ നിയമവശം. നിയമസഭയിൽ പ്രഖ്യാപിച്ച ഒരു വിഷയമായതുകൊണ്ടും ഇലക്ഷന് മുമ്പേ നിയമസഭയിൽ പ്രഖ്യാപിച്ചത് കൊണ്ടും ഇലക്ഷന് മുമ്പേ ശമ്പള പരിഷ്കരണ കമ്മീഷനെ ഓർഡറാക്കിയത് കൊണ്ടും ഇവർക്ക് ഇലക്ഷൻ പ്രഖ്യാപിച്ചാലും ഈ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാൻ കഴിയുമോ? അപ്പോൾ ഒരു പ്രശ്നമുള്ളത്, ഇലക്ഷൻ്റെ ഡേറ്റ് പ്രഖ്യാപിച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് അടുത്ത 2 ദിവസങ്ങളിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ആളുകൾ കേരളത്തിൽ വരുന്നു. അവരിവിടെയും ചർച്ച ചെയ്ത് പുതുച്ചേരിയും വെസ്റ്റ് ബംഗാളും അതുപോലെ തന്നെ ആസാമും എല്ലാം കൂടി 5 സ്ഥലത്താണ്, തമിഴ്നാടും 5 സ്ഥലത്താണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. 5ഇടത്തേക്കും ചർച്ച കഴിഞ്ഞാൽ സമാന്തരമായിട്ട് ആളുകൾ ചർച്ചയ്ക്ക് പോവുകയാണ്. ചർച്ച കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർ ഡേറ്റ് പ്രഖ്യാപിക്കും. അങ്ങനെ ഡേറ്റ് പ്രഖ്യാപിച്ചാൽ പിന്നെ കാവൽ മന്ത്രിസഭയാണ്. കാവൽ മന്ത്രിസഭയ്ക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊരു ചോദ്യമുണ്ട്. ഇനി അടുത്തത്, LDF വന്നാൽ എങ്ങനെയാണ് ബാലഗോപാലിനെ വിശ്വസിച്ചുകൊണ്ട് സമയത്ത് തരുമെന്ന് ഇതുവരെയുള്ള 5 വർഷത്തെ അനുഭവം വെച്ചുകൊണ്ട് അദ്ദേഹം പറ്റിക്കുമോ വഞ്ചിക്കുമോ എന്നറിയില്ല. UDF ആണ് വരുന്നതെങ്കിൽ അവരൊരു ധവളപത്രം ഇറക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ GG തോമസിനെ IASനെയോ മറ്റേതെങ്കിലും KN ചന്ദ്രശേഖരൻ IASനെയോ മറ്റേതെങ്കിലും IASകാരെ വെച്ചുകൊണ്ട് ചിലപ്പോൾ ഒരു പുതിയ കമ്മിറ്റിയെ വെച്ച് ഇതെല്ലാം റിവൈസ് ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പോഴും കഴിഞ്ഞ 1 വർഷത്തിന് മുമ്പെങ്കിലും ഇത് കൊടുത്തിരുന്നെങ്കിൽ തീരുമായിരുന്ന എല്ലാ അനിശ്ചിതത്വത്തിലേക്കും സർക്കാർ ഉദ്യോഗസ്ഥരെ കൊണ്ടുപോയി ഉദ്യോഗസ്ഥരുമായിട്ടുള്ള കോൺട്രാക്റ്റ് ഓഫ് ബിലീഫ്, വിശ്വാസത്തിൻ്റെ ധാരണ ഇല്ലാതാക്കിയ ഇടതുപക്ഷത്തിന് എത്ര വോട്ട് കിട്ടും എന്നറിയണം. എന്തായാലും ഇടതുപക്ഷ ഹോൾഡറിൽപ്പെടുന്ന NGO യൂണിയൻകാരും KGOക്കാരുമൊക്കെ ചെണ്ടയുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. പക്ഷേ പ്രശ്നം അവർക്ക് ജീവനക്കാരെ വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അവർ നേരിടുന്ന വലിയ പ്രതിസന്ധി. അത് വോട്ട് ചെയ്യാതിരിക്കലായി UDFൻ്റെയും BJPയുടെ വോട്ടായി പരിണമിക്കുമോ എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളത്തിൻ്റെ കൗതുകം.